ദേശീയ തലത്തിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, അവർക്ക് ഇനി പച്ചത്തുരുത്തെന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന തരത്തിൽ ചില സംസ്ഥാനങ്ങൾ മാത്രമാണ്. അതിലെടുത്തു പറയേണ്ട ഇടം കേരളമാണ്. കേരളത്തിൽ എപ്പോഴും ഭരണം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. LDF, UDF, UDF, LDF. പക്ഷെ 2016 മുതൽ ഇങ്ങോട്ട് CPM നയിക്കുന്ന LDF സർക്കാരിൻ്റെ ഭരണം നടക്കുന്നു. 2026 ഒരു തുടർഭരണത്തിന് വേണ്ടിയാണ് അവർ പ്രയത്നിക്കുന്നത്. പക്ഷെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നതിനാൽ UDF എവിടെയോ അല്പം പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. BJP എന്തായാലും കേരളത്തിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കും, അത് ഉറപ്പായ കാര്യമാണ്. അതിനു മുൻപ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നിർണായകമായ മുന്നേറ്റം കുറിക്കും. എന്നാലും UDFന് അധികാര സാധ്യതയുണ്ട് എന്ന് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ UDFിൽ അവർ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എന്ന് പറയുന്നത് വലിയ ഒരു നിര തന്നെ ഉണ്ട്. നേതൃനിരയിലേക്ക് സ്വയം പ്രഖ്യാപിച്ച് പലരും കയറി വരും. അത് കോൺഗ്രസ് ആയതുകൊണ്ട് അവിടെ എന്തിനും ഏതിനും സാധിക്കും. അവർ ഓരോരുത്തരും പറയും സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടങ്ങ് പ്രഖ്യാപിക്കും. ആഭ്യന്തരം ഞാനാണ്, ധനകാര്യം ഞാനാണ് എന്നങ്ങ് പറയും. ഒന്നാമത് ആ പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവവും ഇല്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെയാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഭൈമീകാമുകന്മാർ നിരവധിയാണ്. രമേശ് ചെന്നിത്തല, VD സതീശന്, പിന്നെ സുധാകരൻ എന്താ കുഴപ്പം? K മുരളീധരൻ എന്താണ് കുഴപ്പം? ശശി തരൂരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇനി ഇവരാരുമല്ല മുഖ്യമന്ത്രി, ഞങ്ങളിതാ ഒരു സാധനത്തെ താഴോട്ട് കെട്ടിയിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പപ്പുമോനും പെങ്ങളും കൂടി ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന പുങ്കവനെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും കുറേ ദിവസത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള കലഹവും വാക്കേറ്റവും പിന്നെ ഇനി അത് അടിപിടിയും കശപിശയും ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരിടമാണ് കേരളം. കാരണം കേരളത്തില് കുറച്ചു കാലം കൂടി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നിരയിലുള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ പിന്നെ കാത്തിരിക്കേണ്ടത് 2031 വരെയാണ്. 2031 വരെ കാത്തിരിക്കാൻ തക്കവണ്ണം അവരുടെ പ്രായം കൂടി നോക്കണം. അത് വരാത്ത അത്രയും വരെ കാത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ വേറെ വഴി നോക്കുമെന്നുള്ളതാണ്. ഒന്നാമത് ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പലരും പല വഴികളിലൂടെ പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇവരെ ആരെയുമല്ല ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ ഇങ്ങോട്ട് കെട്ടിയിറക്കുമെന്നുള്ളത്. KC വേണുഗോപാൽ തന്നെയാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത്. അവിടെ പപ്പുമോന്റെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്നതും KC വേണുഗോപാലാണ്. ഹൈക്കമാൻഡ് അല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കോൺഗ്രസ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഇവർക്ക് രാഹുൽ ഗാന്ധിക്കും പെങ്ങൾക്കും പരാജയം സംഭവിച്ചപ്പോഴാണല്ലോ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. വയനാട് സുരക്ഷിത മണ്ഡലമാണ്. കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും വിജയം ഉറപ്പാണ്. മുസ്ലിം വിഭാഗത്തിന് വലിയ പ്രാതിനിധ്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട്. കോൺഗ്രസിൽ പലരും നേരത്തെ അങ്ങ് ഒരുങ്ങും വയനാട്ടിൽ മത്സരിക്കാനായിട്ട് കച്ച കിട്ടും. സിദ്ദിഖ് പല പ്രാവശ്യം ചുവരെഴുത്ത് വരെ തുടങ്ങിയതാണ്. ഭാഗ്യത്തിന് അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വരുന്നു. പിന്നത്തെ തവണ രാഹുൽ ഗാന്ധി
അവരുടെ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് പോകുന്നു. ഇവിടെ മാറ്റിവെച്ചു. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രിയങ്കയെ ഇടയ്ക്ക് വന്ന് ഒരു വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് പോയി. പത്മശ്രീ കിട്ടിയ ചെറുവേൽ രാമനെയൊക്കെ ചേർത്ത് നിർത്തി. ഈ ചെറുവേൽ രാമനെ ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? BJP ആണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് പത്മ അവാർഡുകൾ കൊടുക്കുന്നത് കുറച്ച് പ്രാഞ്ചിയേട്ടന്മാർക്കായിരിക്കും. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയെ ഇങ്ങോട്ടേക്ക് ഇറക്കി കുറച്ച് ദിവസം അവിടെ നിർത്തുന്നു. അതെന്തിനു വേണ്ടിയാണ്? കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ അണിനിരന്ന് മുഖ്യമന്ത്രി കുപ്പായവും തുന്നിയിട്ടുകൊണ്ട് നിൽക്കുന്ന ഈ നേതാക്കന്മാരെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് കേന്ദ്ര നേതൃത്വം ചെയ്യേണ്ടത് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുക. നിങ്ങൾക്ക് ഒന്നുകൂടി മൈലേജ് കിട്ടും. കാരണം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം വയനാട്ടിൽ നേടുകയുണ്ടായി. പ്രിയങ്ക എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് വന്നു നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് കേരളത്തിൽ വലിയ ജനപ്രീതിയായിരുന്നു എന്നുള്ളതാണ്. ആ ജനപ്രീതി പിടിച്ചെടുക്കാൻ കഴിയും പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിയാൽ മതി. പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളിതാ ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ട് ചെന്ന് നിർത്താൻ വിജയിക്കും. ആ 7 മണ്ഡലത്തിൽ എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഏത് കുറ്റിച്ചൂലിലും ജയിക്കാവുന്ന ഇടമാണല്ലോ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗം ഏറെയുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട്ടിൽ വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് എന്തായാലും പ്രിയങ്ക ഗാന്ധിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനവും നടത്തും. എപ്പോഴും കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഈ കോൺഗ്രസിന് അനുഭാവമായിട്ടുള്ള കേന്ദ്രത്തിൽ ഒരു നിലപാടെടുക്കാറുണ്ട് വോട്ടർമാർ. അതുപോലെ അത് മുതലാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ, വയനാട്ടിൽ ഭൂരിപക്ഷം കൂടുതലായിരുന്നു, പ്രിയങ്ക ഗാന്ധിയെ അവിടെയുള്ള ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിച്ചാൽ എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കൂ, ബാക്കിയുള്ളവർ മാറി നിൽക്കട്ടെ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് കോൺഗ്രസിന്റെ ഒരു വലിയ വിജയവുമായിരിക്കും. മുഖ്യമന്ത്രിയാകട്ടെ ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായിട്ടുള്ള ഈ പ്രിയങ്ക ഗാന്ധി തന്നെ രംഗത്ത് വരട്ടെ. കോൺഗ്രസിന്റെ നില മെച്ചപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുക. അപ്പോൾ ഇതൊരു പുതിയ തന്ത്രമായിട്ട് കോൺഗ്രസ് എടുത്തുകൊണ്ട് മത്സരരംഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഉജ്ജ്വല വിജയം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും.